ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെക്ക് ചെയ്തത് ഇവിടെ കണ്ടന്റ് ലൈബ്രറിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങളാണ് അല്ലേ. അത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന നാച്ചുറൽ, പീപ്പിൾ ആൻഡ് അനിമൽസ്, ട്രാൻസ്പോർട്ട്, ഒബ്ജക്റ്റ്, യൂണിറ്റ്ലെസ്, എഫക്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. മൗസ് യൂസ് ചെയ്യുന്നതും കാര്യങ്ങളും കീബോർഡ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഒരു ലാൻഡ്സ്കേപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ലാൻഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ഇവിടെ ലാൻഡ്സ്കേപ്പിന്റെ ചിഹ്നം കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷന് നോക്കിയേ, ലാൻഡ്സ്കേപ്പിൽ ഫസ്റ്റത്തെ ഓപ്ഷന് എല്ലാവരും ചിലപ്പോൾ വരുമ്പോൾ ഇവിടെ പെയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതല്ല ഹൈറ്റ് തന്നെയാണ് നടക്കുന്നതെങ്കിൽ ഹൈറ്റ് ആണ് എടുക്കേണ്ടത്, ഫസ്റ്റത്തെ ഓപ്ഷന്. ഓക്കെ, ഫസ്റ്റത്തെ ഓപ്ഷനിൽ ഇവിടെ റൈസ് എന്ന ഓപ്ഷൻ ഇല്ലേ, ഫസ്റ്റിൽ റൈസ്, ഈ റൈസിൽ ഇട്ടിട്ട് എന്ത് ചെയ്തു, നമ്മള് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു. അപ്പൊ എന്തായി, ഒരു ഭൂമി എന്ത് ചെയ്തു മേലൊക്കെ ഇങ്ങനെ പൊന്തി 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 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ബ്രഷിന്റെ സൈസ്. ഓക്കെ, ഈ ബ്രഷിന്റെ സൈസ് നമ്മൾ കുറച്ചിട്ട് നമ്മൾ ഇവിടെ പൊക്കി പിടിക്കുക, പ്രസ് ചെയ്ത് പിടിക്കാന്നുണ്ടെങ്കിലോ ലെഫ്റ്റ് ബട്ടൺ ആണ് പ്രസ് ചെയ്ത് പിടിക്കേണ്ടത്. ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കാന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഹില്ല് ക്രിയേറ്റ് ആയി വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അതുപോലെ അതിന്റെ സ്പീഡ് ഉണ്ട്, നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. സ്ലോലി ആണെങ്കിൽ സ്ലോയിൽ ആക്കി കൊടുക്കാം, സ്പീഡ് ആക്കണമെങ്കിൽ സ്പീഡ് ആക്കി കൊടുക്കാം. സ്പീഡ് ആക്കുമ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു ഹില്ല് അവിടെ ക്രിയേറ്റ് ആയി വന്നു അല്ലേ. ഓക്കെ, ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് മൗസ് ഇങ്ങനെ നീക്കി വിട്ടാൽ മതിയേ. മൗസ് നമുക്ക് ഏത് ഡയറക്ഷനാണോ വേണ്ടത് ആ ഡയറക്ഷനിലേക്ക് നീക്കി കഴിഞ്ഞാൽ എന്തായി, അവിടെ ഫുള്ള് മലകൾ ക്രിയേറ്റ് ആയി വന്നു. നോക്കിയേ. ഓക്കെ, ജസ്റ്റ് സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പം എന്താ ഇത്ര പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ മലകൾ ക്രിയേറ്റ് ചെയ്തു കേട്ടോ. എന്താ നോക്കിയേ, ഇതിന് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്തു, വെറുതെ റഫായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൗസിനെ നീക്കി വിട്ടാൽ മതിയേ. ഇവിടെ ബ്രഷിന്റെ സൈസ് ഉണ്ട്, സ്പീഡ് ഉണ്ട്. ഇനി സൈസ് കൂട്ടിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ വലിയ 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 ഹില്ലുകൾ ക്രിയേറ്റ് ആവും. നോക്കിയേ നോക്കിയേ നോക്കിയേ, വളരെ പെട്ടെന്ന് സൈസിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മളെ ഹില്ല്, അതിന്റെ വലിപ്പവും കാര്യങ്ങളും. ഇപ്പൊ നേരത്തെ ഞാൻ ചെറുതാക്കി വരച്ചാണ്, ബാക്കിൽ വരച്ച ഒന്നുകൂടി വലിപ്പത്തിലുള്ളതാണ്. ഓക്കെ, ഇതിന്റെ സ്പീഡും കാര്യങ്ങളും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലിയർ ആണോ? പിന്നെ ഇവിടെ എന്തുണ്ട്, ലോവർ ഉണ്ട്. ലോവർ എന്താണ്, അതിനും സെയിം തന്നെയാട്ടോ വരുന്നത്. ലോവറിനൊക്കെ ബ്രഷിന്റെ സൈസും സ്പീഡും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. ലോവറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി, അടിയിക്ക് ഒരു കുഴിയായിട്ട് കയറിപ്പോയി. നോക്കിയേ, അടിയിക്ക് കുഴിയായിട്ട് കയറി പോകണം. അപ്പൊ എന്താണ്, ഭൂമിക്ക് അടിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുഴിയൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോവർ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാം. ഒരു കിണറ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ലോവർ യൂസ് ചെയ്യാം. അതൊരു ഫാൽറ്റ ഉണ്ട്, ഫാൽറ്റയിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഏതെങ്കിലും മല പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ടോപ്പ് ഭാഗം പരന്ന പ്രതലത്തിലേക്ക് വന്നത്. നോക്കിയേ, പരന്ന് കൊണ്ടുവന്നു അല്ലേ, ഫുള്ളായിട്ട് ടോപ്പ്, അതായത് കൂർത്തിട്ടുണ്ടായിരുന്നു. അതാ ഇതിനൊന്ന് പ്രസ് ചെയ്ത് നോക്കിയേ കാണുന്നത്. നോക്കിയേ കണ്ടോ, പെട്ടെന്ന് എന്തായി, അത് ഫുള്ളായിട്ട് മേലെ ടോപ്പ് ഫ്ലാറ്റ് ആയി. അപ്പൊ ചില മലകളൊക്കെ കണ്ടിട്ട് നമ്മൾ ടോപ്പ് കയറി ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും, അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യാം നമുക്കത്. പിന്നെ ഉണ്ട് ജിറ്റർ. ജിറ്റർ എന്താണ്, അത് കുഴി ഉണ്ടാവും, മേലക്ക് എന്തുണ്ടാവും, കൂർത്തിട്ടുമായിരിക്കും. അത് രണ്ടും പാടെ മിക്സ് ആയിട്ട് വരിക. ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഒന്ന് റൈസ്, മേലക്ക് ടോപ്പ് അപ്പ് മാത്രം, പിന്നെ ലോവർ താഴത്തേക്ക് ആക്കാണ്. ഫ്ലാറ്റ് പറഞ്ഞാൽ അതിന്റെ ടോപ്പ് ഭാഗം എന്ത് ചെയ്യാന്, ഫ്ലാറ്റ് ആക്കി ഇടാൻ വേണ്ടിയിട്ടാണ്. ജിറ്റർ യൂസ് ചെയ്ത് എന്താണ്, നമുക്ക് കുഴിയും വേണം മേലക്ക് പൊന്തും വേണം. നോക്കിയേ, അടിയിക്ക് കുഴിയും വന്നു, അതിനാണ് നമ്മൾ ജിറ്റർ യൂസ് ചെയ്തത്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാ ടോപ്പൊക്കെ സ്മൂത്ത് ആണ്. എല്ലാം ലെഫ്റ്റ് ബട്ടൺ ആണ്, ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, നീക്കി വെക്കുക. മൗസിനെ അങ്ങനെ ഏത് കൂടെ ഒക്കെ സ്മൂത്ത് ആക്കണോ ഈ കൂടെ ഒക്കെ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു കുഴി ഉണ്ടാക്കിയിരുന്നു, കുഴിനെ നമുക്ക് സ്മൂത്ത് ആക്കിയത് എന്താവും, കുഴി തൂർന്ന് എന്ത് ചെയ്ത് വന്നു, ടോപ്പൊക്കെ മേലേക്ക് വന്നു. ഓക്കെ, സ്മൂത്ത് ആക്കി എടുത്തു കേട്ടോ. പിന്നെ ഇത് ബ്രഷിന്റെ സൈസും സ്പീഡും ആണ്. ഇത്രയും കാര്യങ്ങളോടെ നോക്കി. രണ്ടാമത്തെ ഓപ്ഷൻ എന്തുണ്ടാവും, വാട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ വാട്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. വാട്ടർ ക്രിയേറ്റ് ചെയ്യപ്പോൾ ലോവർ യൂസ് ചെയ്യാൻ ജസ്റ്റ് ഒരു വെറുതെ ഒരു കുഴി ഉണ്ടാക്കി ഇവിടെ. നോക്കിയേ, വെറുതെ ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇവിടെ വാട്ടർ എടുത്തു. അപ്പോൾ എന്താണ് നടക്കണേ, പ്ലേസിൽ, ഈ പ്ലേസിൽ ഇടുക, വാട്ടറിൽ പ്ലേസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്, ചൂസ് വാട്ടർ ടൈപ്പ് ഉണ്ടൊന്ന്. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ടുള്ള തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് മാറ്റി കൊടുക്കാം. ലെഫ്റ്റ് ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, നീക്കി, വെറുതെ മൗസിനോട് നീക്കി. അപ്പൊ എന്തായി, അവിടെ വെള്ളം ക്രിയേറ്റ് ആയി. നോക്കിയേ, നമ്മൾ കണ്ടിട്ടുണ്ടോ പാറയുടെ ഇടയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നത്, അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് കണ്ടിട്ടുണ്ടോ. അപ്പോൾ റോഡാണ്, റോഡിൽ ചെളി വെള്ളം നിൽക്കുന്നത് നമുക്ക് കണ്ടിട്ടുണ്ടോ അല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് 4 പോയിന്റ് അതിന് വരും. 1
2 3 4 പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, നീക്കി വെക്കാം. അപ്പൊ അതിനെന്തായി, ആ കുഴിയുടെ ഉള്ളിൽ കറക്റ്റായിട്ട് ഫിക്സ് ആക്കി. ഇവിടെ നിന്നുണ്ട് മൂവ് വെർട്ടിക്കൽ ഉണ്ട്, അത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മേലേക്ക് വയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യാം, വെള്ളം മേലേക്ക് വരണമെങ്കിൽ മേലേക്ക് വയ്ക്കുക. അപ്പൊ നോക്കിയേ, ഇനി ഡീക്കാക്കണേ എന്ത് ചെയ്യുക, ഡീക്കാക്കാം. ഈ കുഴിയുടെ ആഴം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആ വെള്ളം ഉണ്ടാവട്ടെ അടിയിക്ക്. നോക്കിയേ, കുഴിയുടെ ആഴം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വെള്ളം അടിയിക്ക് ഉണ്ടാവുകയെ. സൂം ചെയ്ത് പോയത് സ്ക്രോൾ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ വാട്ടർ എന്താന്ന് മനസ്സിലായി കാണും. അതുപോലെ തന്നെ ഇവിടെ ചൂസ് വാട്ടർ ടൈപ്പ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്ക് ഇവിടെ ഉണ്ട് കുറച്ച് വാട്ടർ ടൈപ്പ് ഉണ്ട്. ഒരു 6 എണ്ണം എന്തുണ്ട്, 6 ടൈപ്പ് ഓഫ് വാട്ടേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൽ മൗണ്ടൈൻ്റെ മേലെ വരുന്നുണ്ട്, മൗണ്ടൈൻ്റെ മേലെ വരുന്ന ക്ലിക്ക് ചെയ്യാം. അതേമാതിരി ചളിയായിട്ട് കിടക്കണ വെള്ളം, പിന്നെ ഐസ് വാട്ടർ ഫ്രീസ് ആയി കിടക്കണം. അപ്പൊ ഇതെന്താണ്, വെള്ളമാണ് ബട്ട് എന്താണ്, വെള്ളം ഫ്രീസ് ആയിട്ടാണ് കിടക്കുന്നത്. നോക്കിയേ, നേരത്തെ നമുക്ക് ഈ മേലേക്ക് ആകാശം കണ്ടിരുന്നു, ഇപ്പൊ ഫ്രീസ് വാട്ടർ ഇട്ടപ്പോൾ എന്ത് ചെയ്തു, ഒന്നും കാണില്ല അല്ലെ. ഇപ്പോൾ നമുക്ക് 6 ടൈപ്പ് ഓഫ് വാട്ടർ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, 6 ടൈപ്പ് ഓഫ് വാട്ടർ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് തന്നിട്ടുണ്ട്. ഏതിലാണ്, വാട്ടർ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നുണ്ട് പെയിന്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, പെയിന്റ്. ആ പെയിന്റ് എടുത്തു. അപ്പൊ എന്താ, ഇത്ര ഓപ്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ അമേരിക്കൻ ഗ്രാവൽ എടുത്തു. ഏതെടുത്ത്, അമേരിക്കൻ ഗ്രാവൽ. ഇവിടെ നോക്കിക്കോട്ടോ, ഇവിടെ 4 എണ്ണം ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ സെലക്ട് ദിസ് ലാൻഡ്സ്കേപ്പ് ഫസ്റ്റ് ടെക്സ്ചർ എന്ത് ചെയ്തു, നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ അമേരിക്കൻ ഗ്രാവൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, എന്റെ പുല്ലൊക്കെ പോയി. അതിന് ശേഷം അവിടെ എന്താ വന്ന്, ഫുള്ള് ഗ്രാവല വന്ന്. ഓക്കെ, പുല്ലൊക്കെ പോയി. ഫസ്റ്റ് ടെക്സ്ചർ ആണ് എന്ത്, ബേസ് ആയിട്ട് വരുന്ന ടെക്സ്ചർ. അപ്പൊ ഗ്രാസ് വേണമെങ്കിൽ ഇവിടെ ഗ്രാസ് ഇട്ട് കൊടുക്കാം. പല ടൈപ്പ് ഗ്രാസ് ഉണ്ട് ഇവിടെ. നമുക്ക് വേണ്ട ഗ്രാസ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിന്റെ അപ്പുറത്ത് 2 എഴുതിയിട്ടുണ്ട്. 2-ന്റെ കയറി ഇങ്ങനെ സ്നോ ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ നോക്കിയേ, ഫുള്ള് സ്നോ ആയി ഇവിടെ. അതിലുണ്ട് ഗ്രാസ്, പല ടൈപ്പ് ഓഫ് ഗ്രാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഗ്രാസ് അതിൽ ഇട്ട് കൊടുക്കാം, അത് നമ്മളെ ഇഷ്ടം. പിന്നെ അടുത്തത് സെക്കൻഡറി ആണ്. അത് നമുക്കിപ്പോൾ ഒരു ടെക്സ്ചർ കൊടുക്കണം. അപ്പോൾ വേറെ ടെക്സ്ചർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് കുറച്ച് ടെക്സ്റ്റേഴ്സ് അവർ തരും. ഞാൻ അതല്ല, അത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അമേരിക്കൻ സ്റ്റോൺ എടുത്തു. എന്നിട്ട് ആ സ്റ്റോൺ എന്ത് ചെയ്തു, ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നീക്കി വെച്ചു. ഓക്കെ, അത് മല കയറിയിട്ട് നമ്മൾ നീക്കിയില്ലേ, ലെഫ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ പെയിന്റ് അടിച്ചു വിട്ടുന്ന മാതിരി അതേ മെത്തേഡ് തന്നെ കേട്ടോ. ഇതാ ഇപ്പം എന്തായി, അവിടെ ഗ്രാവൽ വന്നു. ഇനി അതല്ല, അവിടെയൊക്കെ നമുക്ക് ഗ്രാസ് തന്നെ വരണമെങ്കിൽ ഗ്രാസിൻ്റെ ഇടുക. സെയിം മെത്തേഡ് തന്നെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ആ പെയിന്റ് ചെയ്തതോടുകൂടി തന്നെ വീണ്ടും റീപെയിന്റ് അടിച്ചിട്ടാൽ മതി. അപ്പൊ എന്തായി, അവിടുത്തെ പോയി. ഓക്കെ, ഇനി അടുത്തതിന് വരണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റേഴ്സ് എന്ത് ചെയ്യാം. അപ്പൊ 4 കോളം തന്നിട്ടുണ്ട്, 4 നമുക്ക് മാറ്റി കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ഫസ്റ്റത്തെ വരുന്നത് ബേസ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ എന്തുണ്ട്, മണലുണ്ട് അല്ലേ. മണൽ നമുക്ക് വേണ്ടി കൊടുക്കുക, എന്ത് ചെയ്യുക, മണലായി കൊടുക്കുക. ഇനി അതല്ല, ആ മണലിൽ തന്നെ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു സെലക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ക്ലൗഡ് ഗ്രാവൽ ഇട്ടത് എന്തായി, ക്ലൗഡ് ഗ്രാവലിൽ വന്നത് ഈ ഗ്രാസ്, ഡെഡ് ഗ്രാസ് ഉണ്ട് അവിടെ. ഗ്രാസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഉണങ്ങിപ്പോയ ഡെഡ് ഗ്രാസ് ഉണ്ട്, അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കാം. ഒരു ടെക്സ്ചർ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മേലത്തെ ടെക്സ്ചർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് തന്നിട്ട് ലാൻഡ്സ്കേപ്പിന്റെ ടെക്സ്റ്റേഴ്സ് മാറ്റിക്കിനാൽ മാറും. പിന്നെ അതുപോലെ തന്നെ ഉണ്ട് അടുത്തത് 3. ഇതും സെയിം തന്നെ കേട്ടോ, എല്ലാതും സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ 4 ടെക്സ്ചർ കൊടുക്കേണ്ട ഓപ്ഷൻസ് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 5ാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, 5ാമത്തെ ഈ ഓപ്ഷനിൽ എന്തുണ്ട്, ഇവിടെ ഒരു ടെക്സ്ചർ കിടക്കണ്ടല്ലേ. അപ്പോൾ ആ ടെക്സ്ചർ എന്താ നമുക്ക് നോക്കിയേക്കാം. ഇതിലിവിടെ ഇത് ഓഫ് ചെയ്തു, ഈ ബട്ടൺ ഇത് ഓഫ് ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചേ, നമ്മുടെ 3 നേരം ഇവിടെ ഉണ്ടായിരുന്ന ഹില്ലും ഉണ്ടായിരുന്ന എന്ത് ചെയ്തു, റോക്ക് നമുക്ക് മിസ്സായി പോയി അല്ലേ. അതായത് ഈ ടെക്സ്ചർ വരുന്നത് നമ്മുടെ ഈ ഒരു റോക്കാണ്, അതായത് ഹില്ലിലെ റോക്കാണ്. അത് പ്രസ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് ഒരു പെന്നിന്റെ ചിഹ്നം കാണാം, അതിൽ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ട എന്തിട്ട് കൊടുക്കാം. ഇപ്പോൾ പുല്ല് വേണമെങ്കിൽ പുല്ല് ഇട്ട് കൊടുക്കാം, റോക്ക് വേണമെങ്കിൽ റോക്ക് ഇട്ട് കൊടുക്കാം, ഇനി വല്ല സ്നോ ആണെങ്കിൽ സ്നോ ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് നമ്മളാ മലയുടെ സൈഡിൽ കാണുന്ന റോക്ക്, നമ്മൾ മലയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, സൈഡിൽ നമുക്ക് എന്ത് കാണാം, റോക്കുകൾ കാണാം. അത് വേണമെങ്കിൽ അത് ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, മേലെ സ്നോ ഗ്രാസും സൈഡിൽ റോക്കായിട്ട് കാണിക്കും. ഇപ്പം ടോപ്പിൽ മണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്, അതൊക്കെ ഇട്ട് കൊടുക്കാം. അതിനാണ് ഇവിടെ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിന്റെ സൈസ് ഉണ്ട് ഇവിടെ കണ്ടോ, മാപ്പ് സ്കെയില്. അത് 3 ഡെസിമേഴ്സിൽ യൂസ് ചെയ്യുന്ന മാപ്പ് സ്കെയില് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്കെയിലിംഗ് ഉണ്ട് ഇവിടെ, ടൈൽ സൈസ് കണ്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ മനസ്സിലായി, ഹൈറ്റ് നോക്കി, വാട്ടർ നോക്കി, പെയിന്റ് നോക്കി. ഓക്കെ,
പിന്നെ സ്ട്രീറ്റ് മാപ്പാണ്. സ്ട്രീറ്റ് മാപ്പ് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ക്രാക്ക് പിടിച്ചാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല. അതിന് പകരം ഇവിടെ ഓയിഷൻ നമുക്ക് ഓയിഷൻ എടുത്തു ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ എന്തായി, എനിക്ക് ചുറ്റുപുറം കടലായത്. ഓഷ്യന് ഓൺ ആക്കി കഴിഞ്ഞാൽ ചുറ്റുപുറം കടലായി കേട്ടോ. ഇവിടെ പെയിന്റിൽ ഞാൻ ഈ റോക്കിന്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഇവിടെ വന്നു ഓഷ്യനിൽ ഓൺ ആക്കിയപ്പോൾ എന്തായി, ഫുള്ള് കടലായി മാറി. അതിന്റെ വേവ് ഡെൻസിറ്റി ഒക്കെ ഉണ്ട്. ഇവിടെ വേവ് ഡെൻസിറ്റി കൂട്ടിയപ്പോൾ എന്തായി, ഫോം നല്ല പോലെ വേവ് വന്നിട്ടുണ്ടല്ലേ അതിനെ. നോക്കിയേ, അടുത്ത് കൂട്ടിയേക്കാം. എന്താണ് അതിന്റെ പത കുറച്ച് കൂടി. നോക്കിയേ, നല്ല പോലെ കൂടി. ഹൈറ്റ് എന്തായി, ആ പ്രദേശം മൊത്തം വെള്ളത്തിന്റെ ഡീലായി. ഹൈറ്റ് കൂട്ടാം കുറക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞതിൽ തന്നെ ഷിഫ്റ്റ് ഇല്ല, നമ്മളെ കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഞാൻ ഹൈറ്റ് കൂട്ടിയ കുറയ്ക്കുക ചെയ്താൽ സ്ലോ ആയിട്ട് ആ സാധനം എന്താവുള്ളൂ, പോളൂ. നേരത്തെ നമ്മൾ വെറുതെ ഒന്ന് കൂട്ടിയേക്ക് ഒറ്റയടിക്ക് മേലക്കണ പൊന്തി അല്ലേ. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏതും ഇതിൽ ലൂമിയുടെ ഉള്ളിൽ ഏതിന്റെ മാപ്പ് സ്കെയിൽ ആയിക്കോട്ടെ ഈ വേവ് ഡെൻസിറ്റി ആയിക്കോട്ടെ ഏതൊരു ഓപ്ഷനും, അതായത് നമുക്ക് എണ്ണം കൊടുക്കേണ്ട ഏതൊരു ഓപ്ഷനും ഇപ്പൊ ഇതായിക്കോട്ടെ ഏതും നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് പിടിച്ചിട്ട് നീക്കി കഴിഞ്ഞാൽ, ഓക്കെ, ഷിഫ്റ്റ് പിടിച്ചിട്ട് നീക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാ, സ്ലോ ആയിട്ട് ആ സാധനം കയറിപ്പോളൂ കേട്ടോ. ഷിഫ്റ്റ് പിടിച്ച് നീക്കി കഴിഞ്ഞാൽ ഇതാ അതിന്റെ സർഫസ് ബ്രൈറ്റ്നസ് ഉണ്ട്. ടോപ്പ് ഫുള്ളോടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി, നല്ലപോലെ സ്നോ വന്നാൽ മതി അല്ലേ. വാട്ടറിന്റെ ബ്രൈറ്റ്നസ് അടിഭാഗം കാണണോ വേണ്ടെന്നുള്ളതാണ്. കളർ പ്രീസെറ്റ് ഏത് ടൈപ്പ് കളർ, ഇപ്പൊ കടലാണ് നമുക്ക് പല ടൈപ്പ് കളർ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഏതാണ്, ഓഷ്യൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത മല ഒഴികെ നോക്കിയേ, ഇവിടുത്തെ ആ മല ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗവും വെള്ളത്തിന് അടിയിലാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലാൻഡ്സ്കേപ്പ് ഗ്രാസ് ഉണ്ട്, അത് വന്നു. അത് ഞാൻ എന്ത് ചെയ്തു, ഓണാക്കി. ലാൻഡ്സ്കേപ്പ് ഗ്രാസ് ഓണാക്കി. പക്ഷെ വേറൊന്നും വന്നില്ലല്ലോ ഇവിടെ. അതിനായിട്ട് ഇവിടെ ഉണ്ട് ആഡ് സ്കാറ്റർ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് വേണ്ടൊരു, ഇപ്പോൾ ഈ ഒരു ചെടി വേണമെങ്കിൽ ആ ചെടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ആ ചെടിയുടെ അവിടെ വന്നു. രണ്ടാമത്തേൽ കയറി ഇപ്പൊ എനിക്ക് റോക്കാണ് വേണമെങ്കിൽ റോക്കിൽ ഇട്ട് കൊടുത്തു. അപ്പൊ എന്തായി, അടുത്ത റോക്കുകൾ ഇവിടെ വന്നു. നോക്കിയേ, ഒക്കെ ആ മലയുടെ മുകളിൽ കൂടി വരും കേട്ടോ. സ്പ്രെഡ് ചെയ്യേണ്ടത്, സ്പ്രെഡ് നമുക്ക് കുറച്ച് മതിയാണെങ്കിൽ കുറച്ചായി കൊടുക്കാം. കൂട്ടണമെങ്കിൽ കൂട്ടാം. സൈസ് ഉണ്ട്, കല്ലിന്റെ സൈസ് കൂട്ടാം. റാൻഡം സൈസ്, ഒന്ന് വലുതോ ഒന്ന് ചെറുതെന്നില്ല. സ്പ്രെഡിങ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. സെയിം തന്നെ വരുന്നതും എന്ത്, ഫ്ലവറിനതും സെയിം തന്നെ വരുന്നത്. സ്പീഡ്, സൈസ്, റാൻഡം സൈസ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. എന്തായി, ഒക്കെ അതിന്റെ മേലെ കൂടി ഓരോന്നൊന്നും അല്ലേ. അത് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ആക്കാം, ഇല്ലെങ്കിൽ ഓഫ് ആക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്രാസ് സൈസ് വന്നിട്ടുണ്ട്. ഇവിടെ ഗ്രാസ് ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ. നമ്മളിത് ഓഫ് ചെയ്യണമെങ്കിൽ ഗ്രാസ് പോയി, ഓൺ ആക്കുകയാണെങ്കിൽ ഗ്രാസ് വരിക. നമുക്ക് ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ക്ലിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക, ഇവിടെ ഞണ്ണടിച്ചു കൊടുത്താൽ മതി, അത് പോയിക്കോളൂ കേട്ടോ. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ചാൽ ഞണ്ണടിച്ചാൽ. വെറും ഗ്രാസ് മതി ഉണ്ടെങ്കിൽ ഗ്രാസിന്റെ സൈസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൂട്ടി കൊടുക്കാം. ഹൈറ്റ് ഉണ്ട്. എന്തായി, ഫുള്ള് പുല്ലായി ഇവിടെ. നോക്കിയേ, ഫുള്ള് പുല്ലായി വന്നു അല്ലേ. ഗ്രാസിന്റെ ഇത് ഇപ്പൊ പൊന്തി താന്നിട്ടൊക്കെ വേണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓഷ്യൻ നോക്കി, സ്ട്രീറ്റ് മാപ്പ് ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. സ്ട്രീറ്റ് മാപ്പ് നമ്മൾ ചിലപ്പോൾ ഓൺ ആയി കഴിഞ്ഞാൽ ക്രാക്ക് പിടിച്ചാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ് കാണിച്ചു തരാത്തത്. അപ്പൊ എന്ത് ചെയ്തു, കണ്ടന്റ് ലൈബ്രറിയിൽ കയറി നമ്മൾ കുറച്ച് മരങ്ങൾ വെക്കുന്നതിന് മുന്നിൽ. ഓക്കെ, നാച്ചുറൽ കയറി പ്ലേസിൽ വന്നു. ഇവിടുന്ന് കുറച്ച് മരങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്തു, വെറുതെ അപ്ലൈ ചെയ്തു. ഓക്കെ, വെറുതെ അപ്ലൈ ചെയ്തു. വെറുതെ പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചാൽ വെച്ചു കൊടുക്കുക, വെറുതെ വെച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ലാൻഡ്സ്കേപ്പിലാണ് ഓഷ്യനും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഓഷ്യൻ എന്ത് ചെയ്തു, ഓഫ് ചെയ്തു. എന്ത് ചെയ്തു, ഓഷ്യൻ പോയില്ലേ. എന്നിട്ട് ഞാൻ ഇത് ഇവിടെ കുറച്ച് മരങ്ങൾ വെച്ചു. ഓക്കെ, വെറുതെ റഫായിട്ട് വെറുതെ കുറച്ച് മരങ്ങൾ വെച്ചു. ലാൻഡ്സ്കേപ്പിൽ കയറി ഹൈറ്റിൽ വന്നു, റൈസ് എടുത്തിട്ട് എന്ത് ചെയ്തു, ഇതാണ് പ്രസ് ചെയ്ത് പിടിച്ചു. ഓക്കെ, എന്ത് ചെയ്തു, രണ്ട് മരം അതിൻ്റെ മേലെ കയറിപ്പോയി. ബാക്കിയുള്ള മരങ്ങൾ അതിൻ്റെ ഒപ്പം വന്നു. അപ്പൊ നമ്മളൊരു മരം ഇവിടെ കുറച്ച് സെറ്റ് ചെയ്തിട്ട് അതിനെ റൈസ് ചെയ്ത് കഴിഞ്ഞാല് അത് ആ ഒരു ഭാഗം നമ്മളിവിടെ ഹൈറ്റ് കൂട്ടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ മരങ്ങളായിട്ട് ടോപ്പൊക്കെ കയറി പോകും കേട്ടോ. അപ്പൊ ഈ വെള്ളത്തിന്റെ ഇവിടെ ആവശ്യമില്ല. എന്ത് ചെയ്തു, വാട്ടറിൽ ഇട്ടു, ഡിലീറ്റിന്റെ ബട്ടണിൽ ഡിലീറ്റ് പ്രസ് ചെയ്തു, സെൻട്രൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആയി പോയിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ മരങ്ങൾ നമുക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കണ്ടന്റ് ലൈബ്രറിയിൽ വരിക, നാച്ചുറൽ വരിക, ഡിലീറ്റിന്റെ ബട്ടൺ എടുക്കുക, ഡിലീറ്റ് ചെയ്ത് വിടുക. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ അതിൽ വരിക, ഏതാണ് അത്രയും ഫോൾഡർ ഉണ്ട് അതിനുള്ളിൽ വരിക, അതിനുള്ളിൽ നിന്ന് ഏത് മരമാണ് നമുക്ക് ആവശ്യം അതെടുക്കുക, വെറുതെ വെച്ചു കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലാൻഡ്സ്കേപ്പിൽ വന്നു. ഇപ്പൊ ഈ ലാൻഡ്സ്കേപ്പ് ഒക്കെ നമുക്ക് എന്താ ഒഴിവാക്കണം അല്ലേ. നമുക്ക് സ്മൂത്ത് ചെയ്തിട്ട് ഒഴിവാക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. സ്മൂത്ത് അടിച്ച് കഴിഞ്ഞാൽ അവിടെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരും. പക്ഷെ അതൊക്കെ നല്ല ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്.
എനിക്ക് എല്ലാതും പോകണം, ഒറ്റയടിക്ക് എല്ലാതും പോകണം. അതിനെന്ത് ചെയ്യാൻ നോക്കാം. ഇവിടെ ഈ അൺഡൂവിൻ്റെ അടിയിലൊരു ഓപ്ഷൻ ഉണ്ട്, ഫാൽറ്റൈൻ ലാൻഡ്സ്കേപ്പ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, എല്ലാതും എന്ത് ചെയ്തു, ലാൻഡ്സ്കേപ്പ് മൊത്തം പോയി. കണ്ടോ, മൊത്തം പോയി. ഒന്നുകൂടി കാണിച്ചു തരാം. അൺഡു അടിച്ചു, ഇങ്ങനെയാണ് ഉള്ളത്. അതിൽ ഫാൽറ്റൈൻ അടിച്ചതിന് എന്ത് ചെയ്തു, ഫുള്ള് ഹില്ലും നമുക്ക് എന്തായി, ഡിസേബിൾ ആയി പോയി. ഓക്കെ, അൺഡു അടിച്ചു കേട്ടോ. ഇവിടെ ആയിട്ട് അത് ഓപ്ഷനെ ഓഷ്യനിലെടുത്തു. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാവുന്ന, ഓഷ്യനെ ഓണോ ആക്കി എന്ത് ചെയ്തു, ഫുള്ള് വന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഒരു ഓപ്ഷനാണ് വെതർ. ഈ വെതറിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ റിയൽ സ്കൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഓണാക്കി. അത് ഓണാക്കിയപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് റിയൽ സ്കൈ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് HDR ഇമേജ് ഡെഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ സെലക്ട് റിയൽ സ്കൈയിൽ ക്ലിക്ക് ചെയ്തതിൽ നമുക്ക് ഇത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ക്ലൗഡ് ആയിട്ടുള്ള ഈവനിങ് ഉണ്ട്, മോർണിംഗ് ഉണ്ട്, ഓവർകാസ്റ്റ്, സൺസെറ്റ്, ക്ലിയർ, നൈറ്റ്. ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് എന്താണ്, സ്കൈസ് ആണ് കേട്ടോ. ഓരോ വെതറിനനുസരിച്ചുള്ള സ്കൈ ആണ്. അപ്പോൾ സണ്ണൊക്കെ കാണുന്നുണ്ടല്ലേ നമുക്ക്. ഇതാ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ടൈപ്പ് നമുക്ക് കൊടുക്കാം. അപ്പോൾ സൺസെറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പോൾ സൺസെറ്റ് ആണ് ഇവിടെ, ഈ ഒരു സൺസെറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം ഇർട്ടായി, ഈ ഒരു ഭാഗം അങ്ങനെ സണ്ണ് അസ്തമിച്ച് പോകുന്നുള്ളൂ. അടുത്ത് ഇട്ട് കൊടുത്തു. ഓക്കെ ഓക്കെ, സൺസെറ്റ്. അതേപോലെ ഇവിടെ നോർത്ത് ഈസ്റ്റ് സൗത്ത് എവിടെ നിന്നാണ് നമുക്കിത് വരേണ്ടത് എന്നല്ലേ. അപ്പോൾ ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, സൂര്യ ഉദിച്ച് വരാറുള്ളത്. അപ്പോൾ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതല്ല സൗത്ത് ഭാഗത്ത് വേണമെങ്കിൽ സൗത്ത് ഇട്ട് കൊടുക്കാം. നോർത്ത് ഈസ്റ്റ് അത് വേട്ടവർ നമ്മൾ ഇഷ്ടമാട്ടോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വിൻഡ് ഉണ്ട്, വിൻഡ് ഡയറക്ഷന്, അതിൻ്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിൽ പോകണമെന്നുള്ളതാണ് കാറ്റടിക്കുന്നത്. ഓക്കെ, വിൻഡിൻ്റെ സ്പീഡ് ഉണ്ട് ഇവിടെ, ഇതാണ് കൂട്ടി. അപ്പോൾ നോക്കിയേ, ഈ മരമൊക്കെ ആടുന്നു. ഇവിടെ സ്കൈ മാറ്റി തരാം, ഒന്നുകൂടി ക്ലിയർ ആയി കാണാം. കണ്ടോ, ഈ മരമൊക്കെ ആടുന്നുണ്ടോ? എന്തുകൊണ്ടാണ്, വിൻഡിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടി, അതുകൊണ്ടാണ് അതിൻ്റെ സ്പീഡ് കൂടിപ്പോയത് കേട്ടോ. റിയൽ സ്കൈയിൽ എന്ത് ചെയ്യുക, ഓൺ ആക്കിയതിന് ശേഷം മാത്രമേ ഇതൊക്കെ എനേബിൾ ആവേ. റിയൽ സ്കൈയിൽ നമുക്ക് സൺ നമുക്ക് മാറ്റി കൊടുക്കുക. എവിടെയാണ്, എന്താണ് ഓൺ ആക്കുന്നത്, ഡിസേബിളും എനേബിളും ഇവിടെ കേട്ടോ. അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ റിയൽ സ്കൈ എന്താണ് നമ്മൾ നോക്കി. ഇനി അവിടുത്തെ ഇവിടെ ഡിഫാൾട്ടായിട്ട് തരുന്നതാണ്, അത് ലൂമിയോൺ തന്നെ തരുന്ന സ്കൈ ഉണ്ട് ഇവിടെ. നോർത്ത് ഈസ്റ്റ് സൗത്ത്, അതേമാതിരി സണ്ണിൻ്റെ ഹൈറ്റ് ആണ്, ടോപ്പിക്ക് വേണോ അതോ താന്ന് വരണമെന്നുള്ളത്. അപ്പോൾ താന്ന് കൊടുത്തു. അപ്പോൾ സൺ നമുക്ക് കാണാം, അത് ഏത് ഡയറക്ഷനിൽ വരണമെന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്കൈൻ്റെ ബാക്കിലായി. അപ്പോൾ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ ഇങ്ങോട്ടേക്കാം. സണ്ണിൻ്റെ ബ്രൈറ്റ്നസ് എത്രത്തോളം ബ്രൈറ്റ്നസ് വേണമെന്ന്, അത് നമ്മളെ ക്ലൗഡ് എത്രത്തോളം ക്ലൗഡ് വേണമെന്ന്, വേണോ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അതിനകത്ത് ഇവിടെ നെറ്റ് കിട്ടിയാൽ എന്തായി, ഫുള്ള് നെറ്റായി. ഫുള്ളായിട്ട് ഇതാണ് താത്തിക്കുന്നത്, സണ്ണിൻ്റെ ആണ് താത്തിക്കുന്നത് മതി. ഓക്കെ, അപ്പോൾ ഈ ക്ലൗഡാണ് കമ്മിയാക്കി. അപ്പോൾ നോക്കിയേ, മുകളിൽ സ്റ്റാറും കാര്യങ്ങളും എല്ലാം അതും ഉണ്ട് കേട്ടോ. ഡിഫാൾട്ടായിട്ട് വരുന്നതാണത്. റിയൽ സ്കൈ ഓഫ് ആക്കിയാലേ ഇത് നമുക്ക് കിട്ടുള്ളൂ. ഇത് നമ്മൾ മാനുവലി സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, സണ്ണ് ബ്രൈറ്റ്നെസ് വരില്ല, കാരണം എന്താണ്, നമ്മൾ ഫുള്ളായിട്ട് താത്തിക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ചാണ് പ്രസ് ചെയ്ത് മേലേക്ക് നോക്കി. അപ്പം എന്താ സംഭവിച്ചത്, ഇവിടെ നമുക്കിവിടെ എന്ത് വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട് അല്ലേ, കുറച്ച് താത്തിയപ്പോൾ. അപ്പോൾ ഫുള്ളായിട്ട് താത്തി. ഓക്കെ, അപ്പോൾ ബ്രൈറ്റ്നസ് കമ്മിയായി പോവാണ്. ഇതുണ്ടോ എങ്ങനെ വേണമെന്നുള്ളത്, പകുതി വേണോ പകുതിയിലിട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ സണ്ണും ഉണ്ടാവും, പകുതി മൂണും ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ടൈമിലൊക്കെ നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ കാണാം, സണ്ണും ഉണ്ടാവും മൂണും ഉണ്ടാവും അല്ലേ. അതാണ് ഇവിടെയും കാണിച്ചു തരുന്നത് കേട്ടോ. ഇതാ ഫുള്ളായിട്ട് ഒഴിവാക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നോക്കി ഇന്ന് നമ്മൾ ലാൻഡ്സ്കേപ്പ് നോക്കി, വെതർ നോക്കി, കാര്യങ്ങളൊക്കെ നോക്കി അല്ലേ. ഇനി നമ്മൾ നോക്കാനുള്ളത് മെറ്റീരിയൽസ് ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ എനിവേ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.